വാർത്ത ശരിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ നിന്ന് പിണറായി സർക്കാരിന്റെ കരുത്തനായ സെക്രട്ടറി മത്സരിക്കുന്നു എന്ന വാർത്തയ്ക്ക് പിന്നാലെ മനസ്സ് തുറന്ന് ബിജു പ്രഭാകർ IAS. തച്ചടി പ്രഭാകരന്റെ മകനും പ്രമുഖ IAS ഉദ്യോഗസ്ഥനുമായ ബിജു പ്രഭാകർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ നിന്നും മത്സരിച്ചേക്കാമെന്ന വാർത്ത ആദ്യം നൽകിയത് മലയാളി വാർത്തയാണ്. അതിനുശേഷം മാതൃഭൂമിയുടെ സ്ഥാനാർത്ഥി നിർണയ ലിസ്റ്റിൽ ബിജു പ്രഭാകർ എത്തപ്പെട്ടു. പിണറായി സർക്കാരിന്റെ കരുത്തനായ IAS ഉദ്യോഗസ്ഥനാണ് ബിജു പ്രഭാകർ. നിലവിൽ സാമൂഹിക നീതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി ബിജു പ്രഭാകർ പ്രവർത്തിക്കുന്നു. ഈ വാർത്തയോട് പ്രതികരിച്ചുകൊണ്ട് ബിജു പ്രഭാകർ തന്നെ രംഗത്തെത്തി. ബിജു പ്രഭാകറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചതിന് നന്ദി. എത്ര പേർ മാതൃഭൂമിയിൽ വന്ന മേൽവാർത്ത കണ്ടിട്ടുണ്ടെന്നറിയില്ല. കണ്ട അടുത്ത സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഈ വാർത്ത ശരിയാണോ എന്ന് ചോദിച്ച് വിളിച്ചിരുന്നു. വാർത്ത തികച്ചും ശരിയാണ്. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളിൽ പലരും ബന്ധപ്പെട്ടിരുന്നു. നേരിട്ട് വിളിച്ചു വരുത്തി സമ്മതം ചോദിച്ചിരുന്നു. ആറ്റിങ്ങലിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചപ്പോൾ കൂടുതൽ സാധ്യതയുള്ള മറ്റൊരു സീറ്റിന്റെ പേര് ചൂണ്ടിക്കാട്ടി അവിടെ മത്സരിക്കാൻ താല്പര്യമുണ്ടോ എന്നും ചോദിച്ചിരുന്നു. ഞാൻ കഴിഞ്ഞ 22 വർഷമായി മാറി മാറി വരുന്ന LDF, UDF ഗവൺമെന്റുകളിൽ പ്രവർത്തിച്ച വകുപ്പിലെ എല്ലാ മന്ത്രിമാരുമായും രണ്ടു മുന്നണിയിലെ ചില ജനപ്രതിനിധികളും നേതാക്കന്മാരുമായും ഔദ്യോഗിക ബന്ധത്തിനുപരിയായുള്ള നല്ല ബന്ധമാണ് പുലർത്തി വരുന്നത്. അതിന് കാരണം ഏത് പാർട്ടിയുടെ ഗവൺമെന്റിൽ പ്രവർത്തിച്ചപ്പോഴും ഇപ്പോഴും ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാർ ഏൽപ്പിക്കുന്ന ചുമതലകൾ രാഷ്ട്രീയത്തിനും മതത്തിനും മേലെ ആത്മാർത്ഥതയോടെ അഴിമതിയില്ലാതെ നിർവഹിക്കുക എന്നതാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ കടമയെന്ന് വിശ്വസിച്ച് ജോലി ചെയ്തത് കൊണ്ടാണ്. അത് കാരണമായിരിക്കും അസംബ്ലിയിലേക്ക് താങ്കളുടെ പേര് നിർദ്ദേശിക്കട്ടെ എന്ന ചോദ്യവുമായി മുൻപ് കായംകുളത്തെ ഇടതുപക്ഷത്തിലുള്ള ചില സുഹൃത്തുക്കൾ സമീപിച്ചിരുന്നു. അന്ന് തദ്ദേശീയമായി വന്ന വാർത്ത ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു. 2011 കായംകുളത്ത് നിന്നും അസംബ്ലിയിലേക്ക് മത്സരിക്കാമോ എന്ന് ചോദിച്ചതും ഹൈക്കമാൻഡിന്റെ മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ള കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ കോൺഗ്രസ് നേതാക്കളിൽ ഒരാൾ തന്നെയാണ്. ഇതുവരെ എന്നെ അടുത്തറിയുന്നവർ സ്നേഹപൂർവ്വം മത്സരിക്കാമോ എന്ന് ചോദിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ ഇന്ത്യയിലെ പ്രമുഖ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ദേശീയ നേതാക്കൾ വരെ എന്നോട് ഇപ്പോൾ ഏതാണ്ട് ഔദ്യോഗികമായി തന്നെ മത്സരിക്കാമോ എന്ന് ചോദിച്ചത് എന്റെ ഇതുവരെയുള്ള ഔദ്യോഗിക പ്രവർത്തനങ്ങൾക്ക് കിട്ടിയ വലിയൊരു അംഗീകാരമായാണ് ഞാൻ കരുതുന്നത്. പ്രവർത്തനം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന അറിവ് തന്നെ ഏതൊരു ഉദ്യോഗസ്ഥരും കൂടുതൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കാനുള്ള ഊർജം നൽകും. അതാണ് ഇപ്പോൾ എന്റെ കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളത്. ഞാൻ കൂടുതൽ ഊർജത്തോടെ സർക്കാരിൽ പ്രവർത്തിക്കും. മത്സരിക്കാൻ കഴിയില്ല എന്നും ഇപ്പോൾ മുന്നോട്ട് വെച്ച് നീട്ടിയ ഈ വലിയ അംഗീകാരത്തിന് നന്ദിയുണ്ടെന്നും നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കളക്ടർ ആയിരുന്നപ്പോൾ 2014 പാർലമെന്റ്, 2015 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിലും അതിനു മുൻപ് നിരവധി തവണ ഭരണാധികാരിയുമായും പ്രവർത്തിച്ചിട്ടുണ്ട്. സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ചെറിയ തോതിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനവും ഉണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പുകൾ വളരെ അടുത്തു നിന്ന് പലതവണ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മത്സരിക്കാത്തതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു നല്ല വിഭാഗം ജനങ്ങൾ സ്ഥാനാർത്ഥിയുടെ മികവല്ല, മറിച്ച് തന്റെ ജാതിക്കാരനാണോ മതക്കാരനാണോ എന്നാണ് വോട്ട് ചെയ്യുന്നതിന് മുമ്പ് നോക്കുന്നത്. കാലങ്ങളെടുക്കും ഈ ചിന്താഗതി മാറി വരാൻ. 2, ആറ്റിങ്ങലിൽ ഇപ്പോൾ MP ആയി പ്രവർത്തിക്കുന്ന ഡോക്ടർ സമ്പത്തും തിരുവനന്തപുരത്തെ ഡോക്ടർ ശശി തരൂറും മികച്ച പാർലമെന്റേറിയന്മാരാണ്. അന്താരാഷ്ട്ര പ്രശസ്തനായ ഡോക്ടർ തരൂറാണ് ഞങ്ങളുടെ MP എന്ന് പറയുന്നത് എന്നെ പോലെ എല്ലാ തിരുവനന്തപുരത്തുകാർക്കും അഭിമാനമാണ്. ഇതിനകം തന്നെ ഇന്ത്യൻ പാർലമെന്റിൽ വളരെ സജീവമായി നിയമ ഭേദഗതികളും പ്രൈവറ്റ് ബില്ലുകളും ഡിബേറ്റുകളും അവതരിപ്പിക്കുന്ന ഡോക്ടർ സമ്പത്ത് ഒരു MP എന്തായിരിക്കണം എന്നതിന് മികച്ച മാതൃകയാണ്. ഉദാഹരണത്തിന്, രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് പാർലമെന്റിൽ ചരിത്രത്തിലെ തന്നെ റെക്കോർഡ് ഭേദഗതികൾ സമർപ്പിച്ചത് സമ്പത്താണ്. മൊത്തത്തിലുള്ള 1075 ഭേദഗതികളിൽ അദ്ദേഹം സമർപ്പിച്ച 590 ഭേദഗതികളിൽ നിന്നും 443 നിർദ്ദേശം ലോക്സഭാ സെക്രട്ടേറിയറ്റ് തിരഞ്ഞെടുത്തു. ആറ്റിങ്ങലിൽ മത്സരിക്കുമ്പോൾ ഇന്ന് വരെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഇദ്ദേഹമാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ഇദ്ദേഹം മോശക്കാരനാണ്, അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് ജനങ്ങളോട് പറയാൻ പറ്റില്ല. അത് വെറും തരം താഴ്ന്ന രാഷ്ട്രീയമാകും. അത് വശമില്ല. 3, ഇപ്പോൾ ചുമതല തന്നിരിക്കുന്ന 2 വകുപ്പുകൾ എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ലഭിച്ചവയിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവയാണ്. സ്പെഷ്യൽ സെക്രട്ടറിയായ എനിക്ക് സെക്രട്ടറിയുടെ സ്വതന്ത്ര ചുമതലയാണ് ഈ സർക്കാർ നൽകിയിട്ടുള്ളത്. ആവശ്യത അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർ
ട്രാൻസ്ജെൻഡേഴ്സ്, മാനസിക നില വഷളായവർ, ഭിന്നശേഷിക്കാർ തുടങ്ങി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള, പീഡനത്തിനിരയായ കുട്ടികൾ വരെയുള്ള വിവിധ വിഭാഗക്കാർക്ക് വളരെയധികം സേവനം ചെയ്യാൻ കഴിയുന്നത് മനസ്സിന് സംതൃപ്തി നൽകുന്നു. ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്കായി ഇത്തരത്തിൽ പ്രവർത്തിക്കാനും സർവേശ്വരൻ കനിഞ്ഞു നൽകിയ ഗവൺമെന്റ് സെക്രട്ടറി എന്ന ഉന്നത പദവിയിൽ ഇനിയും വർഷങ്ങളോളം നിന്നുകൊണ്ട് അവർക്ക് ആശ്വാസം നൽകാനും അവസരമുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ മത്സരിക്കാനില്ല എന്ന് വിനയപൂർവ്വം ബഹുമാന്യ നേതാക്കളെ അറിയിച്ചത്. മത്സരിക്കണമെന്ന് പറഞ്ഞ സുഹൃത്തുക്കൾക്കും മത്സരിക്കരുതെന്ന് പറഞ്ഞ സുഹൃത്തുക്കൾക്കും നന്ദി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.